Dear students, welcome to English class. എക്സാം ഫോക്കസാണ്. നാം കഴിഞ്ഞ ദിവസം പഠിച്ച കുറേ ഭാഗങ്ങൾ റെഫർ ചെയ്യുകയാണ്. ടുഡേ ഇറ്റ് ഈസ് റൈറ്റ് അപ്പ്. SSLC പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന, നിർബന്ധമായിട്ടും ചോദിക്കുന്ന ചോദ്യം, കമ്പൽസറി ക്വസ്റ്റ്യൻ, റൈറ്റ് അപ്പ്. ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്നത് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ആൻഡ് യു നോ what's a write-up is? It's a short essay about a particular subject. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ആഖ്യാനം, ഒരു ചെറിയ എസ്സേ. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ 2-3 പാരഗ്രാഫ്. ആ പാരഗ്രാഫിൽ ഒന്നാമത്തെ പാര സ്മോൾ വൺ, ഇൻട്രൊഡക്ടറി, 2-3 സെൻറ്റൻസ്. കണ്ടൻറ്റ് രണ്ടാമത്തെ പാരഗ്രാഫിൽ. ഇനി അവിടെ തന്നെ കൺക്ലൂഡ് ചെയ്താൽ തിരക്കേടില്ല, അത്രയും നമുക്ക് എഴുതാനുള്ളൂ. അല്ലെങ്കിൽ കൺക്ലൂഷനായിട്ട് മൂന്നാമതൊരു ചെറിയ പാര കൂടി എഴുതാം. അതിലും 1-2 സെൻറ്റൻസ് മതി. ഒരു ഷീറ്റിലേക്ക് ഒതുക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതുന്നതായിരിക്കും ഭംഗി. ഒരു ഷീറ്റിൽ അത്രേ എഴുതാനുള്ളൂ. അവർ പറഞ്ഞിരിക്കുന്ന 100 വാക്ക്, അത്രയ്ക്കേ നമുക്കതിൽ എഴുതേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയാലും 120 വാക്കിലൊക്കെ എത്തിപ്പോകും. അതുകൊണ്ട് 1.5 പേജിലേക്കും 2 പേജിലേക്കൊന്നും കൊണ്ടുപോകണ്ട. പരീക്ഷയ്ക്ക് സമയം തികയാതെ വരും. റൈറ്റപ്പ് മുതൽക്ക് 6 സുപ്രധാന ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്, 40 മാർക്കിൻ്റെ. അപ്പോൾ 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതിൽ ഏറ്റവും ശ്രമകരമായിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചെഴുതേണ്ടതാണ്. അല്പം ഇതിൽ ശ്രദ്ധ കൊടുത്ത് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടുന്നത്. അവരേതായാലും ടിക്ക് ചെയ്ത് മാർക്ക് ഇട്ട് പോകും. പക്ഷെ അതല്ല, നാം എഴുതിയത് നമുക്ക് തന്നെ ബോധ്യപ്പെടണം, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന്. അത് ഒരു ലെറ്റർ പോലെയോ ഒരു ഡയറി പോലെയോ ഒരു നോട്ടീസ് പോലെയോ അല്ല. ഈ തന്നിരിക്കുന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കി എഴുതണം. അതുകൊണ്ട് 3 എക്സാമ്പിൾസ് മാഷ് ഇവിടെ റെഫർ ചെയ്യുന്നു. നിങ്ങൾക്ക് അയച്ചു തന്ന നോട്ട് മുന്നിൽ വെക്കുക. അതായത് ഒന്നുകിൽ നിങ്ങളത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത് ഈ മൊബൈലാണെങ്കിൽ മൊബൈൽ തന്നെ മുന്നിൽ വെച്ചിട്ട് കേൾക്കുക. ഞാനത് വായിച്ചുകൊണ്ട് റെഫർ ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഇറ്റ്സ് എ റൈറ്റ് അപ്പ്. സാമ്പിൾ ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ പഠിച്ചതാണ് ഡോക്ടർ AJ ക്രോണിൻ്റെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അപകടത്തിൽപ്പെട്ട അഥവാ സൂയിസൈഡ്, അതിനു വേണ്ടി ശ്രമിച്ച, കമ്മിറ്റഡ് സൂയിസൈഡ്, ആത്മഹത്യ ശ്രമിച്ചു, നടന്നില്ല, 15 വയസ്സുകാരൻ. അവന് പറ്റിയ കയ്യബദ്ധം കൊണ്ട്, അവന് പറ്റിയ തെറ്റുകൊണ്ട്, അവൻ്റെ ജീവിതം വഴിപിഴച്ചു പോയതുകൊണ്ട് അവൻ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി. അവന് അച്ഛനില്ല, അമ്മയില്ല, വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല. ആ അവസ്ഥയിൽ നിന്നും അവന് രക്ഷപ്പെടുത്തിയത് ഡോക്ടർ AJ ക്രോണിനാണ്. അന്ന് അവൻ്റെ കടബാധ്യതയായിരുന്ന ജസ്റ്റ് $7.10 അത് കൊടുക്കാൻ പോലും പറ്റാതായപ്പോഴാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. സോ ദ വാല്യൂ ഓഫ് എ ലൈഫ് ഈസ് ഓൺലി £7.10. 7 പൗണ്ടിനും 10 ഷില്ലിങ്ങിനും ഒരു ജീവിതം അവിടെ അവസാനിച്ചു പോകുമായിരുന്നു. ആ 7 പൗണ്ടും 10 ഷില്ലിങ്ങുമാണ് 25 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ, ഈ എഴുത്തുകാരൻ, ഈ ഡോക്ടർ, ഈ അന്നത്തെ 15 വയസ്സുകാരനെ ഇന്നത്തെ 40 വയസ്സുകാരനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ ആ സേവിയറുടെ, രക്ഷകൻ്റെ മുന്നിൽ വിനീത വിധേയനെ പോലെ നിന്നു. പക്ഷേ അപ്പോഴത്തേക്കും സ്വയം സെൽഫ് ഹെൽപ്പിലൂടെ, സ്വയം സെൽഫ് ഡെവലപ്മെൻറ്റിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയായി മാറിയ മിസ്റ്റർ ജോൺ എന്ന ലോയറായ, മാത്രമല്ല ചേരിയിലെ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന വലിയ സംഘടനയുടെ ഡയറക്ടറായി മാറിയ ആ കുട്ടി. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകുന്നു, അന്ന് താൻ ആ കുട്ടിക്ക് വേണ്ടി ചെലവഴിച്ച 7 പൗണ്ടാണ്, 10 ഷില്ലിങ്ങാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമെന്ന്.
സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ലൈഫ്. നോക്കുക, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് ഈ കഥയ്ക്ക് ഈ ടൈറ്റിൽ എത്രത്തോളം സ്യൂട്ടബിളാണ്, യോജ്യമാണ്. അത് നമുക്ക് വളരെ കുറച്ച് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 100 വാക്ക് നമുക്കതൊരു ഹിൻഡ് കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എക്സാം ഫോക്കസിൽ അവർ തന്ന ചോദ്യം ഉത്തരം മാഷ് മാറ്റി എഴുതിയതാണെന്ന് നോക്കിക്കോളൂ. യെസ്, the word investment is very famous or very familiar. നമുക്കൊക്കെ തന്നെ സുപരിചിതമാണ്, ഫെമിലിയർ ആണ് ആ പദം. ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നിക്ഷേപം, ഈസ് ഫോർ ഫിനാൻഷ്യൽ സേഫ്റ്റി. ഭാവിയിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാണ് നാം നിക്ഷേപം നടത്തുന്നത്. ഇൻ ദ ഫ്യൂച്ചർ പീപ്പിൾ ഇൻവെസ്റ്റ് മണി ഫോർ ബെറ്റർ ഫോർച്യൂൺ. നല്ല ഫോർച്യൂണിന് വേണ്ടി, സൗഭാഗ്യത്തിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ നാം നിക്ഷേപം നടത്താറുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അടുത്ത പേര അത് മാഷ് അവിടെ 2 വരയിട്ട് ശ്രദ്ധിക്കുക. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഈസ് എ ടച്ചിങ് സ്റ്റോറി ബൈ ഡോക്ടർ എ.ജെ. ക്രോണിൻ. വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ, ബ്രിട്ടീഷ് എഴുത്തുകാരൻ ഡോക്ടർ എ.ജെ. ക്രോണിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണിത്. ഇറ്റ് സേസ് അബൌട്ട് എ നോബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ പറയുന്നത് പണമോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണത്തിൻ്റെ നിക്ഷേപമല്ല, നേരെ മറിച്ച് ശ്രേഷ്ഠമായ നോബിളായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി, ശ്രേഷ്ഠമായ ഒരു നിക്ഷേപത്തിനെ പറ്റിയാണ്. വിച്ച് സേവ്ഡ് ദ ലൈഫ് ഓഫ് എ പുവർ ബോയ്. ഒരു കുട്ടിയുടെ ജീവൻ തന്നെ രക്ഷിച്ച ആ ചെറു സമ്പാദ്യം. ഇറ്റ് വാസ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് $7.10. അദ്ദേഹം അന്ന് കൊടുത്തത്, ആ ഡോക്ടറായ അദ്ദേഹം അന്ന് കൊടുത്തത് 7 പൗണ്ടും 10 ഷില്ലിങ്ങുമാണ്. ദാറ്റ് കുഡ് ചേഞ്ച് ദ ഫേറ്റ് ഓഫ് ദ യങ് ബോയ്. പക്ഷേ ആ 7 പൗണ്ടും 10 ഷില്ലിങ് കൊണ്ട് പാവപ്പെട്ടൊരു കുട്ടിയുടെ വിധി തന്നെ മാറ്റിമറിച്ചു. ദി സർജൻറ്റ്, ദി ലാൻഡ് ലേഡി ഓൾസോ ഹെൽപ്ഡ്. അതിൽ മറ്റു 2 കഥാപാത്രങ്ങളാണ് നിങ്ങൾക്കറിയാം. സർജൻറ്റും അതുപോലെ തന്നെ സർജൻറ്റ് കേസെടുക്കാതെ അവനെ വിട്ടു, ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും കേസെടുക്കാതെ വിട്ടു. ആ ലാൻഡ് ലേഡി ആവട്ടെ അവന് വാടക വാങ്ങാതെ അവിടെ താമസിക്കാനുള്ള അവസ്ഥയും കൊടുത്തു. ദ ബോയ് ഫോർ ഹിസ് എക്സിസ്റ്റൻസ്. കുട്ടിയുടെ നിലനിൽപ്പിനായിട്ട് അവരൊക്കെ സഹായിച്ചു. ബട്ട് ദ റീബേർത്ത് ഓഫ് ദി ബോയ്. പക്ഷേ കുട്ടി മരണത്തിന് കീഴടങ്ങിപ്പോയ 90% മരിച്ചു കഴിഞ്ഞ കുട്ടിയെ കൃത്രിമ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്ത് ആ ശ്വാസം കൊടുത്തുകൊണ്ട് അവനെ രക്ഷിച്ചതും അവനെ കടത്തിൽ നിന്ന് രക്ഷിച്ചതും നമ്മുടെ ഡോക്ടറാണ്. ദ ബോയ് വാസ്, നോക്കൂ, ബട്ട് ദി റീബർത്ത് ഓഫ് ദ ബോയ് വാസ് ഹാപ്പൻഡ് ഓൺലി ത്രൂ ദി ടൈംലി വർക്ക് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഡോക്ടർ എ.ജെ. ക്രോണിൻ. ആ ഡോക്ടർ എ.ജെ. ക്രോണിൻ അന്ന് നട്ടപ്പാതിരയ്ക്ക് ആ പഴയ കെട്ടിടത്തിൽ സർജൻറ്റ് വിളിച്ചപ്പോൾ പോയിട്ടില്ലായിരുന്നെങ്കിൽ കുട്ടി മരിക്കും. പക്ഷേ സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ, ഡിസംബറിലെ മഞ്ഞിനെ നോക്കാതെ ഡോക്ടർ എ.ജെ. ക്രോണിൻ അവിടത്തേക്ക് ചെല്ലുന്നു. മഞ്ഞിൽ കുളിച്ചിട്ട് 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടതിന് ശേഷം ആ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം വീണ്ടെടുക്കുന്നു. എന്നിട്ടും അവൻ കടബാധ്യത കൊണ്ടാണ് $7 10 ഷില്ലിങ് കൊടുക്കാനും ഇല്ലാഞ്ഞിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നറിഞ്ഞപ്പോൾ ആ പണവും അവന് കൊടുത്തു. ഇതാണ് ആ ഗ്രേറ്റ് റൈറ്റർ. ഇത് ഓട്ടോബയോഗ്രാഫിക്, ഇത് കഥയല്ല, എ.ജെ. ക്രോണിൻ്റെ കഥയല്ല. എ.ജെ. ക്രോണിൻ്റെ കഥകളൊന്നും തന്നെ വെറും കഥകളല്ല, ആത്മകഥാംശമുള്ള അനുഭവങ്ങളാണ്. നോക്കൂ, only through the timely work and involvement of Dr. എ.ജെ. ക്രോണിൻ. എ.ജെ. ക്രോണിൻ്റെ സമയോചിതമായ ഇടപെടലും സമയോചിതമായ പ്രവൃത്തിയുമാണ് ആ കുട്ടിയുടെ ജീവനും ജീവിതവും രക്ഷിച്ചത്. ആഫ്റ്റർ 25 years ഓഫ് സെർച്ച്, അങ്ങനെ അന്ന് മുതൽക്ക് ഈ കുട്ടി, അക്കാലം മുതൽക്ക് ഈ കുട്ടി ഈ ഡോക്ടറെ അന്വേഷിക്കുന്നു. ഒടുവിൽ ദ ബോയ്, നൗ ദ ഫേമസ് ലോയർ മിസ്റ്റർ ജോൺ, ഇന്ന് എല്ലാവരും അറിയുന്ന ബ്രിട്ടനിലെ ഏറ്റവും അറിയപ്പെടുന്ന സോഷ്യൽ വർക്കറായ മിസ്റ്റർ ജോൺ എന്ന ലോയർ മീറ്റ്സ് ഹിസ് സേവിയർ ഡ്യൂറിങ് ദ വോയേജ്. അങ്ങനെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലേക്കുള്ള ഒരു
യാത്രയിലാണ്. കടൽ യാത്രയിൽ മീൻസ് കപ്പലിലെ ഡോക്ടറാണ് എ ജെ ക്രോണിൻ. ആ കപ്പലിലെ സഞ്ചാരിയായി വരുമ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്, ഇത് എന്നെ രക്ഷിച്ച ആളാണെന്ന്. അങ്ങനെയാണ് 25 വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നത്. അപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് താൻ ജീവിതത്തിൽ ചെയ്ത ഒരു ചെറിയ കാര്യം, എ സിമ്പിൾ തിങ്, എ സ്മാൾ തിങ്, എ ലിറ്റിൽ തിങ്, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിക്ഷേപമായിട്ട് ഞാൻ അതിനെ കാണുന്നുവെന്ന്. Then of course Dr. A.J. Cronin realizes that the little bit of amount he spent for the orphan is the best investment of his life. അന്ന് ഈ അനാഥ ബാലന് വേണ്ടി താൻ ചിലവഴിച്ച 7 പൗണ്ടും 10 ഷില്ലിങ്ങും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ, നോബിളായ, ശ്രേഷ്ഠമായ സമ്പാദ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇതാണ് നമുക്ക് തന്ന ജസ്റ്റിഫിക്കേഷൻ. അതാണ് ഒരു റൈറ്റപ്പായിട്ട്, ചെറുലേഖനമായിട്ട് 100 വാക്കിൽ ഒതുക്കി മാഷ് എഴുതിയത്. നന്നായിട്ട് വായിച്ചിടുക. ഡോണ്ട് ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. ലാംഗ്വേജാണ്, ഭാഷയാണ്, ബൈ ഹാർട്ട് പഠിക്കരുത്. നിങ്ങൾക്കിതിൽ കൂട്ടിച്ചേർക്കാം. എഴുതുമ്പോഴേക്ക് വിട്ടുപോകുന്നൊക്കെ പോയിക്കോട്ടെ, പകരം കൂട്ടിച്ചേർത്ത് എഴുതാം. വായിച്ചിടുക, നന്നായിട്ട് വായിച്ചിടുക. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഇനി മറ്റൊന്ന്, സെക്കൻഡ് വൺ, ദ റോൾ ഓഫ് ഫിലിംസ് ഇൻ അവർ സൊസൈറ്റി. റൈറ്റപ്പ് ഏത് പാഠത്തെ അടിസ്ഥാനമാക്കി? സത്യജിത്ത് റായുടെ ദാറ്റ് പ്രൊജക്റ്റ് ടൈഗർ എന്ന ആ ലേഖനത്തെ അടിസ്ഥാനമാക്കി. അതുകൊണ്ട് റൈറ്റപ്പൊക്കെ ആ വൈകാരികതയുള്ള സാധനങ്ങളായിരിക്കില്ല, ജസ്റ്റ് പോയിംസ് മാത്രമുള്ളതായിരിക്കും. അതിനെപ്പറ്റിയുള്ള റൈറ്റപ്പ്. തന്നിരിക്കുന്ന വിഷയം ഇതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് തന്ന മോഡൽ ചോദ്യമാണ്. ഉത്തരമില്ലട്ടെ, അതിൻ്റെ അകത്ത് ഉത്തരം മാഷ് ഉണ്ടാക്കി വെച്ചതാണ്. ഫിലിംസ് ആർ ഇതാണ് ദ റോൾ ഓഫ് ഫിലിംസ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സിനിമയ്ക്കുള്ള പങ്ക്. ഒരുപാടൊന്നും എഴുതാൻ പറ്റില്ല, ഒരു പേജിൽ ഉൾക്കൊള്ളണം. പരമാവധി 100, 110, 120 വാക്ക്. ഫിലിംസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് അവർ എൻ്റർടൈൻമെൻറ്റ്. സാധാരണക്കാരൻ്റെ ഉല്ലാസത്തിൻ്റെ സുപ്രധാന സാധ്യത സിനിമകളാണ്. സിനിമ ക്യാൻ അട്രാക്റ്റ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻഡിഫറൻ്റ്ലി. പ്രായവ്യത്യാസമില്ലാതെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. ആമുഖം കൊടുത്തു. സെക്കൻഡ് പേര, ഹിയർ ഇൻ അവർ കൺട്രി വി ഹാഡ് എ ലെജൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിലിം. പാടാതായത് കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പരാമർശിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നമുക്കൊരു ഇതിഹാസ പുരുഷൻ ഉണ്ടായിരുന്നു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആ ഇതിഹാസ പുരുഷൻ ആരാണ്? ഇൻ ഫിലിം ഇൻഡസ്ട്രി വാസ് ദ ക്രിയേറ്റർ ഓഫ് പതേർ പാഞ്ചാലി. ലോകത്തിലെ വിശ്വപ്രസിദ്ധ സിനിമകളിൽ ആദ്യത്തെ ഒരെണ്ണം എടുത്താൽ അതിൽ ഒന്ന് പതേർ പാഞ്ചാലിയാണ്. പതേർ പാഞ്ചാലി ബംഗാളിയാണ്. പതേർ പാഞ്ചാലി, പാതയുടെ പാട്ട്. പാഞ്ചാലി ഒന്നല്ലത്, പതേർ പാഞ്ചാലി, പാതയുടെ പാട്ട് എന്ന സിനിമ സൃഷ്ടിച്ച ഇന്ത്യയുടെ സ്വന്തം സത്യജിത്ത് റായ്, ബംഗാളുകാരനായ സത്യജിത്ത് റായ്. സിനിമാ നിർമ്മാതാവ്, സിനിമാ സംവിധായകൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, പിന്നെ എഴുത്തുകാരൻ എല്ലാമായ ഇതിഹാസ പുരുഷനായ സത്യജിത്ത് റായ്. നമുക്ക് നമ്മുടെ സിനിമാ വേദിയിൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ഒരു ഇതിഹാസ പുരുഷനുണ്ട്. അദ്ദേഹമാണ് യെസ് ദ ക്രിയേറ്റർ ഓഫ് പതേർ പാഞ്ചാലി, ദ വേൾഡ് ഫേമസ് ഫിലിം. ആ ലോകപ്രശസ്തമായ സിനിമയുടെ നിർമ്മാതാവ്. ദ ലെജൻഡ് ഹു വർക്ക്ഡ് ബിഹൈൻഡ് ഇറ്റ് വാസ് നൺ ബട്ട് ദ ഗ്രേറ്റ് സത്യജിത്ത് റായ്. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചത് വിശ്വപ്രസിദ്ധനായ മഹാനായ സത്യജിത്ത് റായ് എന്ന വ്യക്തിയാണ്. മറ്റാരുമല്ല, സത്യജിത്ത് റായ് ആണ്. അതാണ് നൺ ബട്ട് ഗ്രേറ്റ് സത്യജിത്ത് റായ് എന്നെഴുതിയത്. ഹി ടുക്ക് ഫിലിംസ് വിച്ച് പ്രസൻറ്റഡ് ദ ഹാർമണി ഓഫ് നേച്ചർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, പ്രകൃതിയുടെ താളാത്മകത. ഹൗ ദ നേച്ചർ ഈസ് ഹാർമോണിയസ്. അതിൽ വിരുദ്ധ ജീവികളുണ്ടാവും, കീരിയുണ്ടാവും, പാമ്പുണ്ടാവും. അതിൽ വിരുദ്ധ ജീവികളുണ്ടാവും, ചേരയുണ്ടാവും, തവളയുണ്ടാവും. ആ വൈരുദ്ധ്യവും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ്. ഒരു മരം, ആ മരം മാത്രമല്ല, അതൊരു ലോകമാണ്. തേനീച്ചകളുടെ ലോകമാണ്, പക്ഷികളുടെ ലോകമാണ്, അതിൽ വസിക്കുന്ന അണ്ണാൻ്റെ ലോകമാണ്, അതിൽ വസിക്കുന്ന റാറ്റിൻ്റെ ലോകമാണ്, അതിനടിയിൽ താമസിക്കുന്ന, ആ കൂടുണ്ടാക്കിയോ തണലിലോ താമസിക്കുന്ന
പാമ്പിൻ്റെ ലോകമാണ്, അവിടെ താമസിക്കുന്ന കീരിയുടെ ലോകമാണ്, അതിൽ നിന്ന് വീഴുന്ന പഴം അവരുടെ ഭക്ഷണമാണ്, അതിൻ്റെ മരക്കൊമ്പുകൾ അവരുടെ കൂടാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ മിയർ ട്രീ, ഇറ്റ് ഈസ് എ ടോട്ടൽ വേൾഡ്. ഒരു മരം തന്നെ ഒരു പ്രപഞ്ചമാണ്. ഇതൊക്കെയാണ് പ്രകൃതിയെപ്പറ്റി നാം ഇവിടെ സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ. നോക്കൂ, he took films which presented the harmony of nature. In his film we can see human actors and animal actors. അദ്ദേഹം ആനയെ വെച്ചും അദ്ദേഹം ടൈഗറിനെ വെച്ചും, അദ്ദേഹത്തിൻ്റെ പദാർപ്പാഞ്ചാരിയിൽ നായാണ് പ്രധാനപ്പെട്ട കഥാപാത്രം, എ ഡോഗ്. അപ്പം മനുഷ്യനും കഥാപാത്രങ്ങളാണ്, അഭിനേതാക്കളാണ്, മൃഗങ്ങളും അഭിനേതാക്കളാണ്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും അഭിനേതാക്കളായിട്ട് അഭിനയിപ്പിച്ച ആളാണ്, പ്രകൃതിയെ അതിൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിച്ച വ്യക്തിയാണ് സത്യജിത്ത് റായ്. ഓക്കെ, ദ പർപ്പസ് ഓഫ് ഫിലിം ഈസ് നോട്ട് ഓൺലി എൻ്റർടൈൻമെൻറ്റ്. എന്നാൽ സിനിമയുടെ ഉദ്ദേശം കേവലം നമ്മുടെ ആസ്വാദനം അല്ലെങ്കിൽ രസകരമായ ആസ്വാദനം മാത്രമല്ല. ഫിലിംസ് ആർ ദി മീഡിയ ഓഫ് നോളജ് ആൻഡ് ലേണിംഗ് ഓൾസോ. സിനിമ അറിവിൻ്റെയും അതുപോലെ തന്നെ പഠനത്തിൻ്റെയും കൂടി മേഖലയാണ്. ഇറ്റ് ഈസ് ഗുഡ് സോഷ്യൽ മീഡിയ. ഇത് നല്ലൊരു സാമൂഹിക മാധ്യമമാണ്. ത്രൂ വിച്ച് വി ക്യാൻ സേ വാട്ട് വി ഹാവ് ടു സേ. ഒരു വ്യക്തിക്ക് സമൂഹത്തിനോട് എന്ത് വിളിച്ചു പറയാനുണ്ടോ, ഒരു വ്യക്തിക്ക് ഈ ലോകത്തിനോട് എന്ത് പ്രത്യേകം പറയാനുണ്ടോ, ആ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സിനിമയിലൂടെ വിളിച്ചു പറയാം, ആ സിനിമ എടുത്തു കാണിക്കാം. അതുതന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ സാധ്യത. സിനിമ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയാണ്. ത്രൂ ഫിലിംസ് വി ക്യാൻ പ്രസൻറ്റ് അവർ ടാലൻസ്. മാത്രമല്ല നമ്മുടെ കഴിവ് നമുക്ക് സിനിമയിലൂടെ പ്രകടിപ്പിക്കാം. ഫിലിം ഈസ് എ നൈസ് വേ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഓൾസോ. പഠിപ്പിക്കാനും പഠിക്കാനുമുള്ള ഒരു വഴി കൂടിയാണ്, ഒരു സാധ്യത കൂടിയാണ് സിനിമ. ഇതാണ് സിനിമയെക്കുറിച്ച് നമ്മൾ എഴുതിയ റൈറ്റപ്പ്. ദെൻ ദ ലാസ്റ്റ് വൺ. 3 മാഷ് ഇവിടെ പറയുന്നത്. ഈ 3 നോക്കി വെക്കുക. ലിവിങ് ഇൻ ഹാർമണി ബൈ വിത്ത് നേച്ചർ. ഇത് 1ാമത്തെ പാഠമാണ്. നേരത്തെ പറഞ്ഞതിന് അല്പം മാറ്റിയിട്ടാണ് ഇവിടെ പറയേണ്ടത്, പക്ഷേ പ്രകൃതി തന്നെയാണ് ഇവിടുത്തെ. അതായത് പ്രകൃതിയെ പറ്റി നമുക്ക് 1ാമത്തെ യൂണിറ്റ് മുഴുവൻ, 2ാമത്തെ യൂണിറ്റും പ്രകൃതിയെ പറ്റിയായതുകൊണ്ട് ഇംഗ്ലീഷ് പാഠമാണെങ്കിലും ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് നേച്ചർ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ റൈറ്റപ്പ് ഇത് പ്രസംഗിക്കാൻ മതി, സ്പീച്ചിന് ഇത് മതി, സ്പീച്ചിന് ഇത് ഉപയോഗിക്കാം. ഇതേ ടോപ്പിക്കിന് 2 അതിൻ്റെ ആമുഖം 1 മാറ്റണമെന്നേ ഉള്ളൂ. നോക്കാം. 3ാമത്തെ റൈറ്റപ്പ് എന്താണ്? സബ്ജക്റ്റ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായിട്ട് എങ്ങനെ അനുരഞ്ജനത്തിലെത്താം. ആൻഡ് ഓൾ ഓഫ് us ഹാവ് ഹിയർഡ് ദ ഗ്രേറ്റ് നെയിം ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ, ദ സുൽത്താൻ ഓഫ് ബേപ്പൂർ. മലയാളത്തിൻ്റെ കഥയുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേൾക്കാത്തവരാരുണ്ട്? അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ അവകാശികളാണെന്ന്. എല്ലാ ജീവജാലങ്ങളും, ഉറുമ്പും ആൻറ്റ് മുതൽക്ക് എലിഫൻറ്റ് വരെ, ഉറുമ്പ് മുതൽക്ക് ആന വരെ, മനുഷ്യൻ, കുരങ്ങന്മാർ എന്നുവേണ്ട എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ അവകാശികളാണെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാർമണി. അതിനെപ്പറ്റി നമുക്ക് പാഠത്തിനാസ്പദമാക്കി, അതിൻ്റെ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റില്ല, ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പറയണം. ഇൻ ദ സ്റ്റോറി ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ഒരു ആൽമരത്തിലെ സാഹസികത എന്ന ആ പാഠഭാഗത്ത് റസ്കിൻ ബോണ്ട്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്, ഹാഫ് ഇന്ത്യൻ ഹാഫ് ബ്രിട്ടൻ. അതാണ് റസ്കിൻ ബോണ്ടിൻ്റെ പ്രത്യേകത. പിക്ചറൈസേഴ്സ് ദി സമ്മർ വെക്കേഷൻ ഡേയ്സ് ഓഫ് എ യങ് ബോയ്. ഒരു 10 വയസ്സുകാരൻ്റെ വേനൽ അവധിക്കാലമാണ് ആ പാഠത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഹി സ്പെൻഡ്സ് ദി മാക്സിമം ടൈം ഔട്ട്ഡോഴ്സ്. വീട്ടിൽ ആണെങ്കിൽ പോലും അവൻ്റെ പരമാവധി സമയം അവൻ ഇൻഡോറിലല്ല ഔട്ട്ഡോറിലാണ് ചിലവഴിക്കുന്നത്. ഹി ഹാസ് എ ഹ്യൂജ് ബനിയൻ ട്രീ വിച്ച് ഹി കൺസിഡേഴ്സ് ഹിസ് സോൺ. അവൻ സ്വന്തമെന്ന് കരുതുന്ന, അവൻ്റെ മുത്തശ്ശൻ്റെ സ്വന്തമായ, അവൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വലിയ പേരാൽമരമുണ്ട് അവിടെ. നോക്കൂ, even though it's a tree, അതൊരു മരമാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ദ പ്ലേയിങ് പ്ലേസ് ഓഫ് ദ ബോയ്.
ആ ചെറിയ കുട്ടിയുടെ കളിസ്ഥലമാണ്. ചെറിയ കുട്ടിയുടെ കളിസ്ഥലമാണ്. കാരണം അവൻ ആ പേരാലിൻ ആ ആലിൻ്റെ ഒരു കാൽഭാഗത്ത് മുകളിലായിട്ടൊരു പ്ലാറ്റ്ഫോം സ്ഥാപിച്ച് അവിടെയാണ് കിടത്തം, അവിടെയാണ് പലപ്പോഴും ഉറക്കം, അവിടെ ഇരുന്നാണ് പുസ്തകം വായിക്കുന്നത്, അവിടെ ഇരുന്നാണ് അവൻ രസിക്കുന്നത്. അതുകൊണ്ട് ആ മരം അവൻ്റെ കളിസ്ഥലമാണ്. ദ ട്രീ ഈസ് ദ ലിവിങ് പ്ലേസ് ഓഫ് ദ വൈറ്റ് റാറ്റ് ആൻഡ് സ്കറിൽ. അതവൻ്റെ കളിസ്ഥലമാണെങ്കിൽ ഈ അണ്ണാൻ്റെയും കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ ഈ വെള്ളെലിയുടെയും താമസ സങ്കേതമാണ് ആ മരം. ഇറ്റ് ഈസ് ഓൾസോ ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ബേർഡ്സ്. അതവരുടെ ഒരാളുടെ കളിസ്ഥലമാണ്, മറ്റുള്ള വാസസ്ഥലമാണ്, എന്നാൽ പക്ഷികളുടെ വിശ്രമ സങ്കേതമാണത്. അണ്ടർ ദ ട്രീ ഇൻ ദ ഷെയ്ഡ് ദർ ആർ സ്നേക്ക് ആൻഡ് മംഗൂസ്. ജീവിതത്തിൻ്റെ റൈവൽസായ എതിരാളികളായ പാമ്പിൻ്റെയും കീരിയുടെയും വാസസ്ഥലമാണ് അതിനടിയിൽ. ദോ ഇറ്റ്സ് ജസ്റ്റ് എ ട്രീ, ഇറ്റ് ഈസ് എ വേൾഡ് ഓഫ് നേച്ചുറൽ ബീയിങ്സ്. അതൊരു മരമാണെങ്കിൽ പോലും പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ഒരു ലോകമാണത്. എ മരം, എ വേൾഡ്, എ ട്രീ ഈസ് എ വേൾഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മരം ഒരു വരം എന്ന്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മരം മുറിക്കുമ്പോൾ ഇരുമരം നടണമെന്ന്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി. ദെൻ ലാസ്റ്റ് പാർട്ട്, നേച്ചർ ഈസ് ദ സുപ്രീം സോഴ്സ് ഓഫ് എനി ലിവിങ് ബീയിങ്. പ്രകൃതി ഏത് ജീവജാലത്തിൻ്റെയും ജീവിത സാധ്യതയാണ്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യനും അത് ബാധകമാണ്. ദ എയർ വി ബ്രീത്ത്, നാം ശ്വസിക്കുന്ന വായു. ദ വാട്ടർ വി ഡ്രിങ്ക്, നാം കുടിക്കുന്ന ജലം. ആൻഡ് ദി ഫുഡ് വി ഈറ്റ്, നാം കഴിക്കുന്ന ഭക്ഷണം. ആർ ദ ഗിഫ്റ്റ് ഓഫ് മദർ നേച്ചർ. ഇതൊക്കെ അമ്മയാകുന്ന പ്രകൃതിയുടെ വരങ്ങളാണ്, ദാനങ്ങളാണ്, സമ്മാനമാണ്. യെസ്, നേച്ചർ ഈസ് അവർ മദർ. അതെ, പ്രകൃതി നമ്മുടെ മാതാവാണ്. ഷീ പ്രൊട്ടക്ട്സ് ഓൾ ദ ബീയിങ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് പ്രകൃതിയാണ്. ഷീ പ്രൊവൈഡ്സ് സ്പേസ് ടു എവരിബഡി. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏത് ജീവിക്കും പ്രകൃതി ഇടം കൊടുക്കുന്നു. ദെൻ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദി ഹാർമണി ഓഫ് ദ നേച്ചർ വിതൗട്ട് ഡിസ്ട്രോയിങ് ഇറ്റ്. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയുടെ ഈ താളാത്മകത സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. സോ ദീസ് ആർ ദ 3 write-ups for the purpose of exam, and these are only models, these are only samples, not sure questions. അതായത് ഇതുമാതിരിയാണ് എഴുതേണ്ടത്, ഇതുമാതിരിയാണ് സ്വരൂപിക്കേണ്ടത്. എന്നാൽ ടൈറ്റിൽ മാറിയാലും പോലും നിങ്ങൾ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട റൈറ്റപ്പ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും. താങ്ക് യു.